ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ഫിൽമി എക്സ്പ്ലെയിൻസ്. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് പ്രിറ്റി ലീത്തൽ മൂവിയുടെ സെക്കൻഡ് പാർട്ടാണ്. ഓൾറെഡി ഫസ്റ്റ് പാർട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡെബോറ എല്ലാ തെളിവുകളും നശിപ്പിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു. സാധാരണ ആളുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബാലെ ഡാൻസർമാരുടെ കാലുകൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തിരിച്ചറിയൽ ഒഴിവാക്കാൻ അവയും മുറിച്ചുമാറ്റണം. ഒരു തെളിവും ബാക്കിയാകരുത്. പേരില്ല, ഐഡന്റിറ്റിയില്ല, സത്യം പോലുമില്ല. ഡോക്ടർ എത്തുന്നതുവരെ കാത്തുനിൽക്കുമ്പോൾ ഒസിപ്പ് പെൺകുട്ടികളുടെ ബാലെ ബാഗ്സ് എടുത്ത് ബേസ്മെന്റിലേക്ക് പോയി. അവൻ ഇരുമ്പ് ഗേറ്റ് തുറന്ന് താഴേക്കിറങ്ങി. പിന്നിൽ വീണ്ടും ലോക്ക് ചെയ്തു. ശേഷം ഗ്രേസും ബോൺസും ഉണ്ടായിരുന്ന മുറിയിലേക്ക് കയറി. പക്ഷെ അവൻ അറിയാത്തൊരു കാര്യമുണ്ടായിരുന്നു. ബോൺസ് ഇത്ര നേരം മുഴുവൻ തന്റെ കെട്ടുകൾ അഴിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. വലിയ പരിശ്രമത്തോടെ അവൾ കൈകാലുകൾ സ്വതന്ത്രമാക്കി. ഇപ്പോൾ അവർ അപകടത്തിലാണെന്ന് ഗ്രേസിന് മനസ്സിലാക്കാൻ അവൾ ശ്രമിച്ചു. പക്ഷെ ഗ്രേസ് ഇപ്പോഴും ഡ്രഗിന്റെ സ്വാധീനത്തിലായിരുന്നു. അവൾ യാഥാർത്ഥ്യം കാണുന്നില്ല, ഇല്ലാത്ത കാര്യങ്ങൾ കാണുന്നു. ഹെലൂസിനേഷനിൽപ്പെട്ട് മുഴുവൻ ഡിസ്കണക്റ്റ് ആയ അവസ്ഥ. അപ്പോഴാണ് ഓസിപ്പിന്റെ കാലടി ശബ്ദം അവർ കേട്ടത്. ഉടൻ ബോൺസ് ഗ്രേസിനോട് ഉറങ്ങുന്ന പോലെ നടിക്കാൻ പറഞ്ഞു. അവൾ സ്വന്തം കൈകൾ വീണ്ടും അല്പം കെട്ടി. അവൾ ബോധമില്ലാത്ത പോലെ കിടന്നു. ഓസിപ്പ് അകത്ത് കയറി ബാഗ്സ് വെച്ചു. പക്ഷെ അവൻ ഉടൻ പുറത്തുപോയില്ല. അവന്റെ ഉള്ളിൽ മറ്റൊരു ഇരുണ്ട വശം പുറത്തുവന്നു. ഗ്രേസിനെ അവൻ നോക്കി. അവളുടെ അടുത്തേക്ക് മോശമായ ഉദ്ദേശത്തോടെ നീങ്ങാൻ തുടങ്ങി. അതേ നിമിഷം ബോൺസ് ആക്രമിച്ചു. അവൾ ഒളിപ്പിച്ചിരുന്ന ചെറിയ ബ്ലേഡ് എടുത്ത് അവന്റെ കണ്ണിലേക്ക് അടിച്ചു. ഒരു ഭീകര പോരാട്ടം അവിടെ ആരംഭിച്ചു. ബോൺസ് തന്റെ ഡാൻസർ ബോഡി തന്നെയാണ് ആയുധമാക്കിയത്. വർഷങ്ങളായി പഠിച്ച ഓരോ മൂവും, കിക്ക്, സ്പിൻ, ബാലൻസ് എല്ലാം അവൾ വെപ്പണായി ഉപയോഗിച്ചു. അടുത്ത മുറിയിലുണ്ടായിരുന്ന പ്രിൻസസും ജോയിയും വരെ മതിൽ തകർത്തകത്തെത്തി. അവർ ഭയന്ന് നിലവിളിച്ചു. പക്ഷെ പേടിയിൽ അവർക്ക് സഹായിക്കാൻ പോലും കഴിഞ്ഞില്ല. അവസാനം ബോൺസ് ജയിച്ചു. അവൾ ഒരു ശക്തമായ കിക്ക് കൊടുത്തപ്പോൾ ഓസിപ്പ് പിന്നിലേക്ക് വീണു. പിന്നിലുണ്ടായിരുന്ന ഒരു ഷാർപ്പ് സ്പൈക്കിൽ പതിച്ചു. ആ സ്പൈക്ക് ഒരു ഡെക്കറേറ്റീവ് സ്റ്റാച്യുവിൽ നിന്ന് പൊട്ടിയെടുത്തതായിരുന്നു. അത് ഗ്രേസ് ഒരു ചെറിയ ക്ലാരിറ്റി നിമിഷത്തിൽ അവന്റെ നേരെ എറിഞ്ഞിരുന്നു. ആ സ്പൈക്ക് നേരെ ഒസിപ്പിന്റെ ശരീരത്തിലൂടെ കുത്തിക്കയറി. അവൻ അവിടെ തന്നെ മരിച്ചു. ചില നിമിഷങ്ങൾ ശ്വാസം പിടിച്ചുനിന്ന ശേഷം 4 പെൺകുട്ടികളും ചേർന്ന് ഒരു പദ്ധതി തയ്യാറാക്കി. ബോൺസിന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ ബ്ലേഡ് അവൾ എല്ലാവർക്കും പങ്കിട്ടു. ഓരോരുത്തരും അവരുടെ ബാലെ ഷൂസിന്റെ മുൻവശത്ത് ആ ഷാർപ്പ് പീസ് ഒളിപ്പിച്ചു. അങ്ങനെ ആരെങ്കിലും ആക്രമിച്ചാൽ ഒരു ബാലെ കിക്ക് കൊടുത്താൽ മതി. ആ ബ്ലേഡ് നേരെ എതിരാളിയുടെ ശരീരത്തിൽ കുത്തിക്കയറും. പ്രിൻസസ് ഇപ്പോഴും ഡെവോറയെ വിശ്വസിക്കാൻ ശ്രമിച്ചു. അവൾ രക്ഷിക്കാൻ വരുമെന്ന് കരുതി. പക്ഷെ ബോൺസ് അതുടൻ നിർത്തി. സഹായം വരേണ്ടതായിരുന്നു, ഇപ്പോഴേക്കും എത്തിയേനെ എന്നവൾ പറഞ്ഞു. അപ്പോഴാണ് എല്ലാവർക്കും സത്യം മനസ്സിലായത്. ഡെവോര തന്നെയാണ് അവരുടെ യഥാർത്ഥ ശത്രു. അതേസമയം താഴെ ബാറിൽ ഡെവോര ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. അവൾക്കുള്ളിലൊരാശയക്കുഴപ്പം. ഒരു ബാലറിനയായി മാറാൻ എത്ര കഷ്ടപ്പാട് വേണമെന്ന് അവൾക്കറിയാം. വർഷങ്ങളായുള്ള വേദനയും ത്യാഗവും. അങ്ങനെയുള്ള 5 പെൺകുട്ടികളെ കൊല്ലണമെന്ന ചിന്ത പോലും അവളെ അലട്ടുന്നു. ദേവോര ജോളിയോടൊരു ഡ്രിങ്ക് തയ്യാറാക്കാൻ പറഞ്ഞു. അതോടൊപ്പം പാഷയ്ക്കും അവന്റെ 2 ആളുകൾക്കും അവൾ ഡ്രിങ്ക്സ് കൊടുത്തു. വളരെ ശക്തമായത്. കുറച്ചു മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മൂവരും മദ്യലഹരിയിൽ മുങ്ങി. ആ ലഹരിയിൽ പാഷയ്ക്കൊരു ഐഡിയ വന്നു. ദേവോര തന്നെ ബാലറിനമാരെ കൊല്ലുന്നുവെങ്കിൽ തന്റെ അച്ഛനോട് ഇത് ഞാൻ തന്നെ കൈകാര്യം ചെയ്തു എന്ന് പറയാം. ക്രെഡിറ്റ് മുഴുവൻ സ്വന്തമാക്കാം. അതിനാൽ പാഷ തന്റെ 2 ആളുകളെ ബേസ്മെന്റിലേക്ക് അയച്ചു, പെൺകുട്ടികളെ കൊന്ന് കാര്യം തീർക്കാൻ. പക്ഷെ താഴെ അവരെ കാത്തിരുന്നത് വേറെയായിരുന്നു. പാഷയുടെ ആളുകൾ പടികളിറങ്ങുന്ന ശബ്ദം ബോൺസ് കേട്ടു. ഉടൻ അവൾ എല്ലാവരെയും ഒരു സൈഡ് റൂമിൽ ഒളിപ്പിച്ചു. ഇരുട്ടിൽ അവർ നിശബ്ദമായി കാത്തുനിന്നു. ആ 2 ആളുകളും അകത്ത് കയറിയ നിമിഷം 4 പേരും ഒരുമിച്ചാക്രമിച്ചു. അവരുടെ ഡാൻസ് ട്രെയിനിംഗ് തന്നെ അവരായുധമാക്കി. കോർഡിനേറ്റഡ് മൂവ്സ്, കൃത്യമായ കിക്സ് എല്ലാം ചേർന്ന് അവർ 2 പേരെയും കീഴടക്കി. മദ്യലഹരിയിലായിരുന്നതിനാൽ ആ പോരാട്ടം അവർക്ക് കൂടുതൽ എളുപ്പമായി. ഒടുവിൽ 2 പേരെയും അവർ കൊന്നു. പോരാട്ടത്തിനു ശേഷം അവരൊരു തീരുമാനമെടുത്തു. ബേസ്മെന്റ് വഴി രക്ഷപ്പെടാൻ ശ്രമിക്കാം. പക്ഷെ ഉടൻ ഒരാൾക്ക് ഓർമ്മ വന്നു. ക്ലോയി ഇപ്പോഴും മുകളിലുണ്ട്. അവളെ വിട്ടുപോകാൻ ഒരാളും തയ്യാറായില്ല. അതിനാൽ ഗ്രൂപ്പ് 2ആയി പിരിഞ്ഞു. പ്രിൻസസ് മുകളിലേക്ക് വരാൻ വിസമ്മതിച്ചു. അവൾ സ്വന്തം വഴി കണ്ടെത്താമെന്ന് പറഞ്ഞു. ബോൺസ്, ഗ്രേസ്, ജോയി ഇവർ 3 പേരും ക്ലോയിയെ കണ്ടെത്താൻ മുകളിലേക്ക് പോയി. അതേസമയം ഡോക്ടർ ഇതിനകം ഹോട്ടലിലെത്തിയിരുന്നു. ദേവോല അവനെ ആദ്യം ബേസ്മെന്റിലേക്ക് അയച്ചു, ടോർണയുടെ ശരീരം തകർത്ത് തെളിവുകളില്ലാതാക്കാൻ. ബേസ്മെന്റിൽ ഒറ്റയ്ക്ക് അലഞ്ഞു നടന്ന പ്രിൻസസ് ഒരു എക്സിറ്റ് കണ്ടെത്താൻ ശ്രമിച്ചു. പക്ഷേ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വഴിയൊന്നുമില്ലായിരുന്നു. പകരം അവൾ അതിലും ഭീകരമായ ഒന്നാണ് കണ്ടത്. ഡോക്ടർ ടോർണയുടെ ശരീരം കഷ്ണങ്ങളാക്കി മുറിക്കുന്ന മുറിയുടെ സമീപം അവളെത്തി. ആ കാഴ്ച അവളെ മുഴുവൻ തകർത്തു. അവൾ ഭയന്നുടൻ മുകളിലേക്ക് ഓടി, ശ്വാസം പോലും പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ. മുകളിലെത്തിയപ്പോൾ അവൾക്ക് കൂട്ടുകാരെ ആരെയും കണ്ടില്ല. പക്ഷേ ദേവോരയുടെ മൂത്ത മകനെ അവൾ കണ്ടു. താഴെ നടക്കുന്നതെല്ലാം അവനറിയില്ല. വളരെ സോഫ്റ്റായ സ്വഭാവമുള്ള ഒരാൾ. പ്രിൻസസ് എന്തോ ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് അവിടെ നിന്ന് നിശബ്ദമായി മാറി. ശേഷം കിച്ചണിൽ കയറി ഒളിച്ചു.
ഇതിനിടെ ബോൺസ്, ജോയി, ഗ്രേസ് എന്നിവർ ദേവോരയുടെ ഓഫീസിൽ ക്ലോയിയെ കണ്ടെത്തി. പക്ഷെ അവർ കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു. മുറിയുടെ മുകളിൽ മുഴുവനും പഴയ ബാലെ ഷൂസ് കൊണ്ട് നിറഞ്ഞിരുന്നു, ഓരോ ഇഞ്ചിലും തൂങ്ങിയ നിലയിൽ. അത് ദേവോരയുടെ പഴയ ജീവിതത്തിന്റെ ഒരടയാളം, അവൾ നഷ്ടപ്പെടുത്തിയ കരിയറിന്റെ ഓർമ്മ, അവളുടെ ഡെഡിക്കേഷന്റെ തെളിവ്. അതേസമയം ക്ലോയി ശാന്തമായി ഇരുന്ന് ഒരു മൂവി കാണുകയായിരുന്നു, പുറത്തു നടക്കുന്ന ഭീകരതയെക്കുറിച്ചൊന്നും അറിയാതെ. ജോയി ഉടൻ സൈൻ ലാംഗ്വേജ് വഴി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു. കൊലപാതകം, അപകടം, ഉടൻ രക്ഷപ്പെടണമെന്നത്. പക്ഷെ ക്ലോയി വിശ്വസിച്ചില്ല. ദേവോര അവളോട് ഇത്രയും നല്ലവളായി പെരുമാറിയപ്പോൾ അവളൊരു കൊലയാളിയാണെന്ന് എങ്ങനെ വിശ്വസിക്കും? ജോയി അവളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനിടെ ആരോ അടുത്തുവരുന്ന ശബ്ദം അവർ കേട്ടു. ഇനി സമയം കളയാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി ജോയി ക്ലോയിയെ പിടിച്ച് എല്ലാവരും അടുക്കളയിലേക്ക് ഓടി. അവിടെ പ്രിൻസസ് ഒളിച്ചിരിക്കുന്നതും കണ്ടു. ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി. ബേസ്മെന്റ് വഴി രക്ഷപ്പെടാൻ വഴിയില്ല. അടുക്കളയിൽ ഒരു ടെലിഫോൺ കണ്ടപ്പോൾ അവർ സഹായം വിളിക്കാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴേക്കും വീണ്ടും കാലടി ശബ്ദം. ഓരോരുത്തരും ഒളിച്ചു, ചിലർ കബേർഡുകളിൽ, ചിലർ മേൽ ഷെൽഫുകളിൽ. അകത്ത് വന്നത് ദേവോരയുടെ മൂത്ത മകൻ. എന്നാൽ ഫോൺ വയർ ഒരു കബേർഡിലേക്ക് പോകുന്നത് അവൻ ശ്രദ്ധിച്ചു. അത് തുറന്നപ്പോൾ പ്രിൻസസ് അകത്ത് കോൾ ചെയ്യാൻ ശ്രമിക്കുന്നതായി കണ്ടു. അവൻ ഉടൻ ഗണ്ണെടുത്തു. പക്ഷെ വെടിവെക്കുന്നതിന് മുൻപ് തന്നെ ബോൺസ് മുകളിൽ നിന്ന് ചാടി അവനെ താഴെയിട്ടു. പിന്നാലെ മറ്റുള്ളവരും ചേർന്നു. ഒടുവിൽ അവർ അവനെയും കൊന്നു. തുടർന്ന് ഗൺ ആരെടുക്കണമെന്ന് തർക്കമുണ്ടായെങ്കിലും ഷൂട്ട് ചെയ്യാൻ അറിയുന്നത് പ്രിൻസസ് ആയതിനാൽ ബോൺസ് അത് അവൾക്ക് കൊടുത്തു. അതോടെ ആദ്യമായി അവർ തമ്മിലുള്ള വഴക്ക് മാറി. ഇനി അവർ ഒരുമിച്ച് പോരാടാൻ തീരുമാനിച്ചു. ഇനി ലക്ഷ്യമൊന്നു മാത്രം, ജീവനോടെ രക്ഷപ്പെടുക. ഇതിനിടെ ബേസ്മെന്റിൽ ദേവോര പാഷയുടെ ആളുകളും ഒസിപ്പും മരിച്ചുകിടക്കുന്നത് കണ്ടു. പെൺകുട്ടികൾ രക്ഷപ്പെട്ടുവെന്ന് അവൾക്ക് മനസ്സിലായി. പക്ഷെ അവരിപ്പോഴും ഹോട്ടലിനുള്ളിലാണെന്ന് അവൾക്കറിയാം. ഉടൻ തന്നെ അവൾ ബാറിലുണ്ടായിരുന്ന എല്ലാ അപകടകാരികളെയും വിളിച്ചു ചേർത്ത് 5 ബാലർണമാർ ഈ ഹോട്ടലിൽ എവിടെയോ ഒളിച്ചിരിക്കുന്നു, അവരെ കണ്ടെത്തി കൊല്ലൂ എന്ന് ഉത്തരവിട്ടു. വർഷങ്ങളായി അവളോട് കടപ്പെട്ടിരുന്ന ആ ക്രൂരന്മാർ ആയുധങ്ങളുമായി ഹോട്ടലിൽ പടർന്നു. അതേസമയം പാഷ ഇപ്പോഴും ലഹരിയിലായിരുന്നു. തന്റെ ആളുകൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതായി അവൻ പറഞ്ഞു. പക്ഷെ ദേവോര തണുത്ത സ്വരത്തിൽ സത്യം പറഞ്ഞു. നിന്റെ ആളുകൾ മരിച്ചു. ജീവനോടെ പുറത്തുപോകണമെങ്കിൽ അച്ഛനെ വിളിക്കണമെന്ന് അവൾ പറഞ്ഞു. പേടിച്ച പാഷ ഉടൻ അച്ഛനെ വിളിച്ചു. ഇവിടെ ഒരു പ്രധാന കാര്യം മനസ്സിലാക്കണം, ദേവോരയുടെ കഴിഞ്ഞകാലം. ഒരിക്കൽ അവൾ അതുല്യമായ ഒരു ബാലറീനയായിരുന്നു. പക്ഷെ അവളുടെ അച്ഛന് പാഷയുടെ അച്ഛനോട് കടമുണ്ടായിരുന്നു. അതടയ്ക്കാൻ കഴിയാത്തപ്പോൾ ആ ക്രൂരനായ ഗാങ്സ്റ്റർ ദേവോരയുടെ ഒരു കാൽ മുറിച്ചുമാറ്റി. ആ ഒരു നിമിഷത്തിൽ അവളുടെ ജീവിതവും സ്വപ്നവും തകർന്നു. ആ ദിവസത്തിനുശേഷം ദേവോര ജീവിച്ചത് ഒരേ ഒരു ലക്ഷ്യത്തിനായി: പ്രതികാരം. അവൾ സ്വന്തം ക്രിമിനൽ സാമ്രാജ്യം പടുത്തുയർത്തി. പാഷയുടെ കുടുംബത്തോട് അടുപ്പം പുലർത്തി, പുറത്തേക്ക് വിശ്വസ്തയായി നടിച്ചു. പക്ഷേ ഉള്ളിൽ അവൾ കാത്തിരുന്നു, ഒരു ദിവസം അവരുടെ കുടുംബത്തെ തന്നെ തന്റെ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള അവസരത്തിനായി. പാഷയുടെ അച്ഛൻ വരുന്നുണ്ടെന്നറിഞ്ഞതുമുതൽ ദേവോര വേഗത്തിൽ പ്രവർത്തിച്ചു. അവൾ പാഷയെ ഒരു കോഫിൻ പോലെയുള്ള ബോക്സിൽ അടച്ചുപൂട്ടി. ശേഷം മുഴുവൻ ഹോട്ടലിലും, ഓരോ കോണിലും, ഓരോ കോറിഡോറിലും, ഓരോ നിലയിലും ബോംബുകൾ സ്ഥാപിച്ചു. എല്ലാം ഒരേ ഡെറ്റനേറ്ററിലേക്ക് കണക്ട് ചെയ്ത നിലയിൽ. അത് അവളുടെ കയ്യിൽ. ഇതിനിടെ 5 ബാലറീനമാർ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ദേവോറയുടെ ആളുകൾ അവരെ വേട്ടയാടുകയായിരുന്നു. ബോൺസ് അവസാനമായി അവരോട് സംസാരിക്കാൻ ശ്രമിച്ചു. ഞങ്ങളെ പോകാൻ വിടൂ എന്ന് അപേക്ഷിച്ചു. പക്ഷെ ആരും കേട്ടില്ല. അപ്പോൾ ബോൺസ് തന്റെ ടീമിലേക്ക് തിരിഞ്ഞു. ഓരോരുത്തരുടെയും കണ്ണിലോട്ട് നോക്കി അവൾ പറഞ്ഞു, ഇത്രയും വർഷങ്ങൾ നമ്മൾ അനുഭവിച്ച വേദനയും കഷ്ടപ്പാടും വെറുതെയല്ല. അന്ന് നാം തകർന്നില്ല, ഇപ്പോഴും തകരില്ല. നമ്മൾ പഠിച്ചതെല്ലാം ഉപയോഗിക്കേണ്ട സമയം വന്നിരിക്കുന്നു. അതിനുശേഷം അവർ പൊരുതി. 5 പേരും ഒരുമിച്ച് മൂവ് ചെയ്തു. സ്പിൻസ്, കിക്സ്, ലീപ്സ്. ഓരോ ബാലേ മൂവും ഡെഡ്ലി അറ്റാക്കായി മാറി. ഷൂസിൽ ഒളിപ്പിച്ച ബ്ലേഡുകൾ അടുത്തുവരുന്നവരെ വെട്ടിക്കളഞ്ഞു. ഒരാളായി അറ്റാക്കേഴ്സ് വീണു. മുൻവാതിൽ ഇപ്പോഴും അടഞ്ഞതാണെന്ന് മനസ്സിലാക്കി അവർ പുറത്തേക്കു പോകാൻ വെന്റിലേഷൻ സിസ്റ്റമാണ് ഏക വഴിയെന്ന് മനസ്സിലാക്കി. ജോയിയും ക്ലോയിയും ഗ്രേസും അതിലൂടെ പുറത്തേക്ക് കടന്നു. അപ്പോൾ സോന ഗണ്ണെടുത്ത് വെടിവെക്കാൻ തുടങ്ങി. പക്ഷെ അവർ ചേർന്ന് അവളെയും കീഴടക്കി. പിന്നീട് പ്രിൻസസും പുറത്തേക്കെത്തി. പക്ഷെ ബോൺസ് പുറത്തേക്ക് വരാൻ പോകുമ്പോൾ ദേവോരയും അവളുടെ ആളുകളും എത്തി അവളെ പിടിച്ചു. അതിനുശേഷം അവൾ ബോൺസിനെ ഡോക്ടറുടെ കൈകളിൽ ഏൽപ്പിച്ചു, മ്യൂട്ടിലേഷൻ ആരംഭിക്കാൻ. ആദ്യം അവളുടെ കാലുകൾ. പക്ഷെ ബ്ലേഡ് അവളുടെ ശരീരത്തെ തൊടാനിരിക്കുന്ന നിമിഷം തന്നെ പ്രിൻസസ് അകത്ത് കയറി. ശരിയായ സമയത്ത് അവൾ എത്തിയിരുന്നു. അകത്തേക്ക് വരുമ്പോൾ ഹോട്ടലിന്റെ എല്ലായിടത്തും ബോംബുകൾ സ്ഥാപിച്ചിരിക്കുന്നതും അവൾ കണ്ടിരുന്നു. അത് ബോൺസിനോട് പറഞ്ഞു. ഇപ്പോൾ ഒരു കാര്യം മാത്രം വ്യക്തമായിരുന്നു, ഉടൻ ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അവർ പുറത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ നേരെ പാഷയോട് ഏറ്റുമുട്ടി. കോപത്തോടെ അവൻ ആക്രമിച്ചു. പക്ഷെ ബോൺസും പ്രിൻസസും ചേർന്ന് അവനെ ശക്തമായി നേരിട്ടു. ഒടുവിൽ അവനെ ഓൾമോസ്റ്റ് കൊല്ലുന്നതുപോലെ അടിച്ചു വീഴ്ത്തി. അപ്പോഴാണ് ഏറ്റവും മോശം സമയത്ത് പാഷയുടെ അച്ഛൻ ഒരു വലിയ സംഘത്തോടൊപ്പം ഹോട്ടലിലേക്കെത്തിയത്. ആയുധങ്ങളുമായി അനേകം ആളുകൾ അകത്തേക്ക് കയറി.
ഇത് കണ്ട ജോയിയും ക്ലോയിയും ഗ്രേസും പുറത്തുനിന്നെല്ലാം മനസ്സിലാക്കി. അവരുടെ കൂട്ടുകാർ അകത്തു കുടുങ്ങിയിരിക്കുകയാണ്. അവർ ഒളിച്ചിരിക്കാൻ തയ്യാറായില്ല. വീണ്ടും അകത്തേക്ക് കയറി. അങ്ങനെ 5 പേരും വീണ്ടും ഒന്നിച്ചു. ഇപ്പോൾ അവസാന പോരാട്ടം. ഒരു വശത്ത് ദെവോരയും അവളുടെ ആളുകളും, മറുവശത്ത് ഈ 5 ബാലറിനമാർ. അതേസമയം ദെവോരയുടെ കയ്യിൽ ഡെറ്റനേറ്റർ ഉണ്ടായിരുന്നു. അവൾ തന്റെ ജീവിതമൊട്ടാകെ കാത്തിരുന്ന പ്രതികാര നിമിഷമെത്തിയിരുന്നു. പാഷയുടെ അച്ഛനകത്തെത്തിയതോടെ അവൾക്കു വേണ്ടതെല്ലാം ഒരേ സ്ഥലത്ത്. ഇത് കണ്ട ദെവോര ഒടുവിൽ തന്റെ ജീവിതം മുഴുവൻ പിന്തുടർന്ന പ്രതികാരം തന്നെ തന്റെ നാശത്തിലേക്ക് കൊണ്ടുപോയെന്ന് മനസ്സിലാക്കി. അവൾ ഡെറ്റനേറ്റർ അമർത്താൻ ശ്രമിച്ചു. പക്ഷെ അതിനു മുൻപ് തന്നെ ബോൺസും മറ്റുള്ളവരും പുറത്തേക്ക് രക്ഷപ്പെട്ടു. ചില നിമിഷങ്ങൾക്കകം മുഴുവൻ ഹോട്ടലും വലിയ പൊട്ടിത്തെറിയിൽ തകർന്നു വീണു. എല്ലാം മാറിയപ്പോൾ പുറത്തുനിന്ന് നിൽക്കുന്നത് ആ 5 പേർ മാത്രമായിരുന്നു. വേദനയും നഷ്ടവും പിന്നിലാക്കി അവർ ജീവിച്ചു രക്ഷപ്പെട്ടു. ഇതൊരു സാധാരണ സർവൈവൽ കഥയല്ല. ഇത് 5 ബാലറീനമാർ അവരുടെ കല തന്നെ ആയുധമാക്കി മരണത്തെ നേരിട്ട് തോൽപ്പിച്ച കഥയാണ്. അവരുടെ പ്രോഗ്രാം ബുഡാപെസ്റ്റിലെ ആ ഗാലയിലെ ആ ഒരേ ഒരു പെർഫോമൻസിനായിട്ടാണ് അവർ ഇത്രയും അനുഭവിച്ചത്. ഓരോ തുള്ളി രക്തവും, ഓരോ നിമിഷത്തെ ഭയവും. ഇനി അത് മിസ്സാക്കാൻ അവർ തയ്യാറായിരുന്നില്ല. പാഷിയുടെ അച്ഛന്റെ ആളുകൾ വിട്ടുപോയ 2 മോട്ടോർ സൈക്കിളുകൾ അവർ കണ്ടെത്തി. സമയം കളയാതെ അതിൽ കയറി നേരെ വെന്യൂയിലേക്ക് പോയി. അവിടെ എത്തുമ്പോൾ അവരുടെ അവസ്ഥ, ശരീരമൊട്ടാകെ മുറിവുകൾ, വസ്ത്രങ്ങളിൽ രക്തവും മണ്ണും. അവരെ കണ്ട പ്രേക്ഷകർക്ക് എന്ത് പ്രതികരിക്കണമെന്നറിയില്ലായിരുന്നു. പക്ഷേ സംഗീതം തുടങ്ങിയ നിമിഷം എല്ലാം മാറി. അവർ നൃത്തം തുടങ്ങി. അതൊരു സാധാരണ പെർഫോമൻസ് അല്ലായിരുന്നു. അതൊരു ഫ്ലോലെസ് പവർഫുൾ പ്രകടനം. ഭയമില്ലാതായതുകൊണ്ടല്ല, ഭയത്തെ തന്നെ അവർ ജയിച്ചതുകൊണ്ടാണ്. ആ രാത്രി അവരൊരു പാഠം പഠിച്ചു. ഒരു ബാലറി ക്ലാസ് പോലും പഠിപ്പിക്കാത്ത ഒരു പാഠം. ടീം വർക്കിന്റെ ശക്തി. അവരാ ഹോട്ടലിലേക്ക് കയറിയത് 5 വ്യക്തികളായി, ഈഗോയും വിരോധവും നിറഞ്ഞവരായി. പക്ഷെ പുറത്തുവന്നത് ഒരൊറ്റ ടീമായി, തകർന്നുപോകാത്ത ഒരു ടീമായി. അതിനാൽ ഒരു കാര്യം, അപകടം വന്നാൽ പലപ്പോഴും നമ്മൾ ഭയന്ന് നിശ്ചലമാകുന്നു, എന്തു ചെയ്യണമെന്നറിയാതെ പോകുന്നു. പക്ഷേ ഈ ബാലറിനമാർ നമ്മെ പഠിപ്പിക്കുന്നതെന്താണ്? ശാന്തമായിരിക്കുക, നിനക്കുള്ള കഴിവുകൾ ഉപയോഗിക്കുക, ഏറ്റവും പ്രധാനമായി ഒരുമിച്ചു നിൽക്കുക. കാരണം ടീമായി പോരാടുമ്പോൾ നിന്നെ തകർക്കാൻ ഒരിരുട്ടിനും കഴിയില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റും ലൈക്കും ചെയ്യുക. ഇതുപോലെ നല്ല ഇൻട്രസ്റ്റിംഗ് മൂവീസുമായിട്ട് അടുത്ത തവണ വരാം. അതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. ബൈ, ടേക്ക് കെയർ.